ഈ അനീതിയുടെ കൂലി കൊണ്ട് മേടിച്ചാൽ ഒതകത്തില്ല കേട്ടോ. ചേട്ടനെ അനിയൻ കളിപ്പിച്ച് നീ ഏലത്തോട്ടം കൈക്കലാക്കിയാ നിനക്ക് അതിന്റെ ഒരു ഏലക്കാ കൊണ്ടൊരു ഗുണം വരികയില്ല. അവസാനം നീ മെഡിക്കൽ കോളേജ് ഇങ്ങനെ കിടക്കും. ആണുങ്ങൾ അത് കൊണ്ടുപോവുകയും ചെയ്യും. തങ്കച്ചാ നീ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. ചേട്ടനോ അനിയനോ പെങ്ങൾക്കോ അനിയത്തിക്കോ കൊടുക്കാനുള്ളതൊക്കെ കൃത്യത്തിന് കൊടുക്കണം. കൊടുക്കാതെ അപ്പൻ ചാകാറായപ്പോൾ ഇങ്ങനെ ചരിഞ്ഞു കിടന്നപ്പോൾ കുറുക്ക് കൊടുത്ത കൂട്ടത്ത് തള്ളവരിൽ പിടിച്ചൊരു അമുക്കമക്കി ആമനെ ഒപ്പിടിച്ച് കൊണ്ടുപോയി നീ വെണ്ടറയാ കുഞ്ഞുഞ്ഞിനെയും കൂട്ടി പിടിച്ച് ആമൻ ഇവിടെ ഉണ്ടോ വെണ്ടറ കുഞ്ഞുഞ്ഞ്? എനിക്ക് ധൈര്യത്തിന് ഞാൻ ഓർമ്മ ദൈവത്തിന് മഹത്വം. നീ കള്ളയാധാരം ഉണ്ടാക്കി പോക്കുവരത്തും എല്ലാം ചെയ്ത് കരവടച്ച രസീതും എല്ലാം കൊണ്ട് ട്രങ്കിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവം നിന്നെ പിടിക്കും. അനീതിയുടെ കൂലി കൊണ്ട് നീ സമ്പാദിച്ചാൽ ബേബി നിനക്കത് ഒതകുകയല്ല. ഒന്നുകൂടെ വായിച്ചു ഇവനെല്ലാം കേൾക്കട്ടെ, വായിക്ക്. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ ഗതികേട്, അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. കുടലെല്ലാം തുറിച്ചുപോയി. ദൈവമേ അവന്റെ ഗതികേട്. ഒരു കാര്യം എന്നെ കേൾക്കുന്നുണ്ട് പറയാം. നീ വലിയ കാശുകാരനും സ്വത്തുകാരനും വലിയ ആളൊന്നും അല്ലെങ്കിൽ നിന്റെ കൈവെടിപ്പാണോ നിനക്ക് നന്മ വരും. നാട്ടുകാർ ചിലപ്പോ പറയും കഴിവില്ല, ഒന്നും ഉണ്ടാക്കിയില്ല, ഒരു മിടുക്കും. അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. മിടുക്കൽപ്പം കുറഞ്ഞാലും കൈവെടിപ്പായിരിക്കണം. സ്തോത്രം. കൈ മലർത്തുമ്പോൾ ഇതിനകത്ത് അകൃത്യം ഒന്നും ചില സുവിശേഷ വേലക്കാരെ പറ്റി പറയല്ലോ 30 കൊല്ലം വേല ചെയ്തിട്ടും വലിയ മെച്ചം ഒന്നും. അങ്ങനെ ഇരിക്കട്ടെ. ഒരു വീട് പോലും വെച്ചില്ല, ഒരു സൈക്കിൾ പോലും മതി. മറ്റവൻ ഈ അടുത്ത കാലത്തിറങ്ങി 5 കൊല്ലം കണ്ടവൻ 5 ഏക്കർ വസ്തു എടുത്തിച്ചു, 5 വണ്ടി മേടിച്ചു, 5 നില കെട്ടിടും വെച്ചു. ഇപ്പം മൂന്നാറിലുണ്ട്. അവിടെ ചെല്ലുന്നിടത്തെല്ലാം പണ്ട് കുഞ്ഞനമ്പിയാര് പറഞ്ഞ പോലെ നോക്കുന്നിടത്തെല്ലാം ഉണ്ട് കായ്കൾ മൂത്തും പഴുത്തും കടലീ കദംബം. നോക്കുന്നിടത്തെല്ലാം 5 കൊല്ലം കൊണ്ട് ഒപ്പിച്ചതാ. 50 കൊല്ലമായ ആമേൻ കർത്തൃദാസന് ചിലപ്പോൾ നല്ല വീടും കാണുകയില്ല, ആമേന് വണ്ടിയില്ല, വസ്തുവില്ല. പക്ഷെ നിന്റെ കൈവെടിപ്പാണെങ്കിൽ നീയാ ഭാഗ്യവാൻ. അനീതികളതൊന്നും നിന്റെ കൂടാരത്തിൽ വന്ന് കയറരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത ആമേനെ ഒന്നും നമ്മുടെ കൂടാരത്തിൽ കാണരുത്. ആമേൻ കൂടാരം വന്ന് പരിശോധിക്കുമ്പോൾ ആമേനകത്ത് വേറൊന്നും ഇല്ല. തള്ളടൊക്കെ വന്ന് എല്ലാവരുടെക്കലും പരിശോധന കഴിഞ്ഞാ അമ്മാമ്മയുടെ ഒക്കെ നേരമ്മാമ്മയാ അതാ റേച്ചൽ ജേക്കബ്, ബദേൽ കോട്ടേജ്, പേരൊക്കെ നല്ലതാ. വീട്ടുപേര് ബദേൽ കോട്ടേജ്, റേച്ചൽ ജേക്കബ്. അപ്പൊ ചമ്മന്തി ചോദിച്ചു, മോളെ നിങ്ങൾ പോന്ന് എന്നോട് പറയാതെ പോന്ന്, അത് പിന്നെ പോട്ടെ, നിങ്ങൾ പോന്ന പിന്നെ എടി ബിംബം കാണുന്നില്ലെന്ന് പറഞ്ഞു. ബിംബം തപ്പി എൻ്റെ ഊപ്പാട് എന്നെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് പറയല്ല, എഴുന്നേക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. 21 പറഞ്ഞു. ഈ പായിട്ട് കഴിഞ്ഞാൽ പിന്നെ ആശീർവാദം കഴിയാതെ പായിന്ന് അപ്പച്ചനോട് നാട്ടിൽ നീ ഇപ്പോഴേലും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നല്ലോ. കല്യാണത്തിന് മുന്നേ നീ ഇങ്ങനെ തിത്തരികട വെച്ച് കണക്കായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോഴെങ്ങനെ നിനക്ക് ഉപവസിക്കണമെന്ന് അത് വലിയ കാര്യം. എന്നാൽ ഞാൻ പോകാമെന്നും പറഞ്ഞു. അപ്പനങ്ങ് പോയി. ഇവള് വിട്ടുകൊടുത്തില്ല എന്നല്ലോ. കൂടാരത്തിൽ തപ്പാൻ വന്നപ്പം കൂടാരത്തിൽ നിന്നും കണ്ടില്ല. അവളെ തൊട്ടക്കൊപ്പിനകത്തിട്ട് അതിൻ്റെ മേളിൽ കയറിയിരുന്ന് തീ കത്തിക്കായിന് പാട്ടുമൊക്കെ പാടി കാറിൻ്റെ വൈപ്പറടിക്കും പോലെ ആരാണ് സമയത്ത് ഇങ്ങനെ ജീസസ് ഓട്ടോകോപ്പിനകത്ത് ഇത് കിടക്കുക. ദൈവത്തിന് മഹത്വം. അപ്പനെ കളിപ്പിക്കാം, ഭർത്താവിനെ കളിപ്പിക്കാം, പിള്ളേരെയും കളിപ്പിക്കാം, നാട്ടുകാരെയും കളിപ്പിക്കാം. മുകളിലൊരുത്തനുണ്ട് അക്കതയാലയ്ക്ക് കണ്ണുള്ളവൻ, ഒന്നും മറവല്ല. ഇങ്ങനെ പറഞ്ഞ ഞാൻ അങ്ങനെ അങ്ങ് പോകുകൊണ്ട് ആ ഭാഗം വിട്ടേക്കാം. അനീതിയുടെ കൂലി കൊതിച്ചെന്ന ഒന്നോട് വായിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനാ, പക്ഷെ അവൻ അനീതിയുടെ അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ചു. അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. അങ്ങനെയുള്ള വിദ്വാന്മാർ ഒത്തിരി ഉണ്ട്. ചിട്ടി നടത്തി, ഏജൻസി നടത്തി, നാട്ടുകാരുടെ കാശും എല്ലാം കൂടെ മേടിച്ചേ. ഇപ്പം നിയമങ്ങളുണ്ട്. ഒടുവിൽ പാപ്പരായി. അങ്ങനെ കണ്ടില്ലേ? പാപ്പര് വിടുവോ?
പിന്നെ ചിലരെ പറ്റി ഒരു സുപ്രഭാതത്തെ കേൾക്കുന്ന പുള്ളി ഇതെല്ലാം തട്ടിപ്പ് കാണിച്ചു വെച്ച് പിന്നെ ഡോക്ടർ റവറൻ നമ്മൾ പുള്ളി തന്നെ കൈവെടിപ്പായിരിക്കണം കേട്ടോ. വായിച്ചോ. അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ച് ഒരു നിലം മേടിച്ചു, തലകിടായി വീണത് പോലും ചൊവ്വനല്ല, നടുവെ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി, അതും ഗ്രഹപ്പഴയായി. അപ്പൊ ഈ യൂദായല്ല ഈ ലേഖനം എഴുതിയത്. അവൻ വളർന്ന് അവൻ പോകേണ്ട സ്ഥലത്തോട്ടങ്ങ് പോയി. പക്ഷെ ഈ യൂദ യേശുക്രിസ്തുവിന്റെ സഹോദരൻ ആണ്. എന്നാലും ശരിക്ക് പറഞ്ഞ അർത്ഥ സഹോദരനാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന ജനനം രണ്ട് വിധത്തില്ല. ക്രിസ്തുവിന്റെ ജനനവും യൂദയുടെ ജനനവും രണ്ട് വിധത്തില്ല. അമ്മയൊന്ന രണ്ടുപേരെയും പ്രസവിച്ചത് ആമൻ മാന്യ മഹതിയായ ആമൻ മറിയമാണ്. പക്ഷെ പിതാവ് അല്ലെങ്കിൽ ജനനം രണ്ട് വിധത്തില. യേശുക്രിസ്തുവിന്റെ ജനനം അത് ജനിപ്പിച്ചതല്ലല്ലോ. മത്തായി 1:1 വായിച്ചു. ഇതൊക്കെ നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ ബൈബിൾ പോലും കൊണ്ടുവരാഞ്ഞത്. നിങ്ങൾ ഇത് വായിക്കും. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി ഓടിച്ചു വായിര്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമരിൽ പാരസിനെയും സേനകനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ആരാമിനെ ജനിപ്പിച്ചു. അമീനാദാമിനെ ജനിപ്പിച്ചു. അമീനാദാം നഗശോനെ ജനിപ്പിച്ചു. നഗശോൻ ചൽമോനെ ജനിപ്പിച്ചു. ചൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ജനിപ്പിച്ചു. എന്നാൽ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി ജനിപ്പിച്ചതല്ല. 16-ാം വാക്യമായത് 16. യാക്കോബ് മറിയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. മറ്റതെല്ലാം ജനിപ്പിച്ചു. ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയോട് പറയുക, ഇതാരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാണ്. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏറെ പാടിയാല് സമയം ഒത്തിരി പോകും. അതുകൊണ്ട് സമയത്ത് തന്നെ നിർത്തണമല്ലോ. തന്നെയല്ല, എല്ലാ പാട്ടും ഇവർക്ക് വലിയ തിട്ടം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിരന്തരം കൂടെ വരികയാണെങ്കിൽ തന്നെ കണക്കിന് അവർക്കും അറിയാം. ഇത് നിങ്ങൾ ഒപ്പിച്ച് വരുമ്പോൾ ഇന്ന് യോഗവും തീരും. അവരുടെ കുഴപ്പമല്ല. അവരുടെ 2 ആഴ്ച നമ്മൾ കഴിക്കണമെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മകത്ത് പോവാന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, മറ്റുള്ളതെല്ലാം ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ പറയുക, യേശു ജനിച്ചു. അപ്പൊ യൂദയുടെ ജനനവും ക്രിസ്തുവിന്റെ ജനനവും രണ്ട് വിധത്തില്ല. അമ്മയൊന്ന, പക്ഷേ ജനനം 2 വിധത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായി. അതുകൊണ്ട് വചനം പഠിക്കുന്ന, വചനം വിശ്വസിക്കുന്ന, വചനത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ആമേ പ്രിയപ്പെട്ടവരാരും മറിയം അതുകൊണ്ട് നിത്യ കന്യകയല്ല, നല്ല അമ്മയാണ്. നിത്യകന്യകയല്ല. അതാണ് നമ്മൾ അമ്മയോട് എതിർപ്പുണ്ടായിട്ടോ ഉടക്കുണ്ടായിട്ടില്ല. ചെല്ലു പറയാ ബന്ധുക്കോസുകാർക്ക് അമ്മയെ ഇഷ്ടമല്ലെന്ന്. അയ്യോ, ഇതിനോട് ആര് പറഞ്ഞു? ഇതുപോലെ നല്ലൊരു അമ്മ ഏതാ? മറിയം. അന്തസ്സുള്ള, ആഭിജാത്യമുള്ള, ആമൻ വിവരമുള്ള, വിവേകമുള്ള, തന്മയത്വമുള്ള എന്ത് നല്ലൊരു അമ്മയാ മറിയം. നല്ല സ്വഭാവ വൈശിഷ്ട്യവും. ഇവിടെ എലീശബന്ധനം കാണാൻ ചെന്ന മന്ദനം കേട്ടപ്പോഴേ കൊച്ചു ഗർഭത്തിനകത്ത് കിടന്ന് അത്ര നല്ലതള്ളയാ. നിങ്ങൾ ചെന്നാ കൊച്ചി അത്ത് പോവുകയുള്ളൂ. യോ മേരി ഇങ്ങോട്ട് വന്ന ആ വയറ്റിൽ കിടന്ന കൊച്ചു വരെ നാളെ ഒരാളെ പറഞ്ഞു, യോ ഇവിടെ നാക്ക് വയറ്റിൽ കിടക്കുന്ന പുടിയാകുന്ന വർത്താനം അവള്. പിന്നെ കൊച്ചിന്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് അങ്ങനെയുള്ളിടത്തൊന്നും എഴുന്നള്ളാതിരിക്കുന്നതാ നല്ലത്. ആ അമ്മ പോയത് കണ്ടോ? യോ മലനാട്ടിൽ കൂടെ കയറി ഇറങ്ങി അവിടെ ചെന്ന് എലീശബത്തിനെ കണ്ട് 2 പേരും കൂടെ വന്ദനം ചെയ്തപ്പോൾ ആ ഗർഭത്തിൽ കിടന്ന പിള്ള അത്രയ്ക്ക് നല്ല അമ്മയാ. നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ അവരുടെ ഉള്ള അഭിഷേകം കൂടെ പോകാതിരിക്കുന്ന നല്ലത്. ദൈവത്തിന്റെ മകത്വം. അപ്പൊ ഇതുപോലെ നല്ലൊരു അമ്മ വേറെ ഇല്ല. യേശുവിന്റെ അമ്മ മറിയം നല്ല അമ്മയാ.
വിവരമുള്ള അമ്മയാണ്. ഇവിടെ ഈ കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മയോട് എന്ന് പറഞ്ഞു, അമ്മ കാരണം പുള്ളിക്കാരുടെ അനിയത്തി ശലോമയുടെ മകൻ യോഹന്നാന്റെ കല്യാണമാണ്. ഏറ്റവും ഇളയ അനിയത്തി ആ ശലോമ എന്നാണ്. അപ്പം മറിയത്തിൻ്റെ ആ ശലോമയുടെ മകൻ ആ യോഹന്നാന്റെ കല്യാണമാണ്. അപ്പം ചേട്ടത്തി അനിയത്തിയും കൂടെ അല്ലയോ, അതുകൊണ്ട് ചേട്ടത്തി കയറി ഏറ്റേച്ച് ശുശ്രൂഷക്കാർ വന്ന് പറഞ്ഞു, അമ്മേ വീഞ്ഞെല്ലാം തീർന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് മോനോടൊന്ന് പറയാം, അമ്മ പയ്യെ എന്നാന്ന് ഇടയ്ക്ക് നിൽക്കാന്ന് ഓർത്ത് എന്നതാ. മോനോട് എന്ന് പറഞ്ഞു വീഞ്ഞു തീർന്നെന്ന്. പിന്നെ മോൻ പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ ബന്ധമില്ലെന്നല്ല, നീ എൻ്റെ അമ്മയാ, ഞാൻ നിന്റെ മകനുമാണ്. എന്തെന്ന് ചോദിക്കാൻ കാര്യം, നമ്മൾ തമ്മിൽ അമ്മയും മകനുമാ. പക്ഷെ ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ എന്തിനാ കൈ കടത്തുന്നേ? ഞാൻ എന്നെ അയച്ച പിതാവിന്റെ അടുക്കൽ നിന്നാ വരുന്നത്. ദൈവത്തിന്റെ മഹത്വം. എന്റെ പിതാവ് എന്നെ അയച്ചതാ, ഞാൻ പിതാവിന്റെ ഹിതമായി ഇവിടെ ശുശ്രൂഷിക്കുന്നത്. നിനക്കെന്താ? അതാ ഞാൻ പറഞ്ഞ, അമ്മ നല്ല അറിവുള്ള വിവരമുള്ള അമ്മയാ. അമ്മ പയ്യെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ന്യൂട്രൽ ഇങ്ങോട്ട് വന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ഗൗരീച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല. സക്സസ് ആകില്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ചോദിച്ചാൽ തെറ്റിയോ? ഇല്ല, ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, ശരിയാകില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ചീറ്റിപ്പോവും. അമ്മ വന്നേ ഈവറിച്ചനോട് വന്ന് പറഞ്ഞു, ഈവറിച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല. ഈവറിച്ചനും ഇടയ്ക്ക് കയറി നമ്മൾ രണ്ടുപേരും ഇടയ്ക്ക്, ഞാൻ ഇങ്ങനെ നിൽക്കുന്നില്ല, ഈവറിച്ചൻ ഇങ്ങനെ നിൽക്കണ്ട. അപ്പം അതുകൊണ്ട് ഇത് ശരിയാകുകയല്ല. ഇത് പറഞ്ഞതാ, അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്താൽ മതി, അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചാൽ. ഇതാ പറഞ്ഞ നല്ല വിവരമുള്ള അമ്മയാ. നിങ്ങളായിരുന്നു എവിടെ കിടന്ന് കരഞ്ഞ, ഞാൻ നിന്നെ 10 മാസം നൊന്നതാ പ്രസവിച്ചതാടാ ഞാൻ പറഞ്ഞിട്ട്, നീ എന്നെ ഇവരുടെ മുന്നിൽ നാണം കെടുത്തരുതടാ. തള്ള അവിടെ കിടന്ന് കരഞ്ഞ് നാശം ഉണ്ടാക്കുക. പക്ഷെ മറിയം എന്ന് നല്ല അന്തസ്സുള്ള അമ്മയാണ്, വിവരമുള്ള പരിജ്ഞാനമുള്ള അമ്മ. ഇതുപോലൊരു അമ്മയെ വേറെ കിട്ടാനുണ്ടോ? അതാ പറയാ, നല്ല അമ്മയാ മറിയം. അറിവും വിവരവും ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് മറിയം നിത്യകന്യകയല്ല. നമ്മുടെ കർത്താവ് അങ്ങനെ ക്രിസ്തുയേശുവിനെ പ്രസവിച്ച അനന്തരം അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായി. ഒരു വാക്യം വായിച്ചു, മർക്കോസ് 6:3. പെട്ടെന്ന് മർക്കോസ് 6:3 വേഗത്തിൽ വായിച്ചു. ഇവൻ മറിയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? കൊച്ചാക്കാൻ പറഞ്ഞതാന്നേലും കാര്യങ്ങൾ പറഞ്ഞു. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനായ തച്ചനല്ലയോ? കൊച്ചാക്കാൻ പറഞ്ഞതാ. പക്ഷെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശുവിന്റെ സഹോദരങ്ങളാതല്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അർത്ഥ സഹോദരൻ യൂദ. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത, ഈ യൂദായുടെ വിനയവും മനോഗുണവും വളരെ ശ്രേഷ്ഠമാണ്. യൂദായുടെ 1-ാം വാക്യം വായിച്ചത് ഗരാസനെ. 1-ാം വാക്യം, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പൊ ശ്രദ്ധിച്ചേ, യാക്കോബിന്റെ സഹോദരനായ യൂദ. അതന്നെ അങ്ങനെ കൊടുത്തേക്കുന്നത്, യാക്കോബിന്റെ സഹോദരൻ യൂദ. ഈ വേറെ എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നത്. യാക്കോബിന്റെ സഹോദരനാകുന്ന യൂദ എന്ന് എഴുതാൻ കാരണം, അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ ഇങ്ങനൊരു പദമുണ്ട്, യാക്കോബിന്റെ മകനായ യൂദ എന്നൊരു പദമുണ്ട്. അത് വേറെ യൂദായ. അപ്പൊ തമ്മിൽ തെറ്റരുത്. അതിനാ ഇവിടെ എടുത്ത് പറഞ്ഞത് യാക്കോബിന്റെ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചേ. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ഇടതുവശത്ത്. അക്കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരുന്നു. ഇനി അതിന്റെ 12-ാം വാക്യം മുതൽ വായിച്ചേ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി.
അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തോലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, അത് വേറൊരു യൂദായ, യാക്കോബിന്റെ മകനായ യൂദ. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ ക്ലിയർ ആക്കി യാക്കോബിന്റെ സഹോദരൻ യൂദ, രണ്ടും രണ്ടാ ക്ലിയർ ആക്കി പോയി. യാക്കോബിന്റെ മകനായ യൂദ ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 1 അതുകൊണ്ടാണ് ഇവിടെ ക്ലിയർ ആക്കി യാക്കോബിന്റെ സഹോദരനായ യൂദ, യേശുവിന്റെ അർത്ഥ സഹോദരൻ. തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അത് ഇനിയുണ്ട്. 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യൂദ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ തന്നെ പരിചയപ്പെടുത്തിയ കണ്ടോ, യേശുക്രിസ്തുവിന്റെ ദാസൻ. യഥാർത്ഥത്തിൽ ഈ യൂദ ആരാ? യേശുക്രിസ്തുവിന്റെ സഹോദരനാ. ഞാനോ നിങ്ങളോ വല്ലോ ആയിരുന്നെങ്കിൽ എങ്ങനായിരിക്കും പരിചയപ്പെടുത്തുന്നേ? സത്യം പറ. യേശുക്രിസ്തുവിന്റെ സഹോദരനായ അങ്ങനെ എഴുതുകൊള്ളു. എന്ന് ചോദിച്ചാൽ ഞാനാ ഈ യൂദായുടെ സ്ഥാനത്തിൽ ഞാൻ എഴുതുന്നത് എങ്ങനാ? യേശുവിന്റെ സഹോദരനൊന്നല്ല ഞാൻ എഴുതുന്നത്. ഞാനാണെന്ന് ഇങ്ങനെ എഴുതും, ദൈവത്തിന്റെ അനുജനായ യേശു ദൈവമല്ലേ, പിന്നെ കനം വേണ്ട, പിന്നെ ദൈവത്തിന്റെ സ്വന്തമാണ്. ഞാൻ തന്നെയല്ല, നിങ്ങളെല്ലാം അങ്ങനെ എഴുതുകയുള്ളൂ. പിന്നെ ഇപ്പൊ ഇങ്ങനെ എല്ലാവരും പമ്മിയിരുന്നു ക്ലോറിൽ നിന്നൊക്കെ വെക്കുന്ന എല്ലാത്തിനും എനിക്കറിയാം. സകല എണ്ണോ അവസരം കിട്ടുമ്പോ പിന്നെ. പക്ഷെ യൂദായുടെ ആ മനോഗുണം, താഴ്മ, വിനയം. യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ളത് സെർവന്റ് എന്നുള്ള ആശയമല്ല, അടിമയാ. സെർവന്റും അടിമയും രണ്ടും രണ്ടാ. സെർവന്റിന് ശമ്പളമുണ്ട്, അടിമയ്ക്ക് ശമ്പളമില്ല. സെർവന്റിന് ഡ്യൂട്ടിക്ക് ടൈമുണ്ട്, രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ. അടിമയ്ക്ക് ടൈമില്ല, സദാസമയവും. സെർവന്റിനോട് പറയുന്ന ജോലി ചെയ്താൽ മതി. കാറ് കഴുക, അതിന് കൊണ്ടെടുത്തോണ്ട് വാ. അടിമ അങ്ങനല്ല, എല്ലാം ചെയ്യണം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. പ്രിയരെ, നമ്മളെല്ലാം യേശുവിന്റെ അടിമയാണ്. എനിക്ക് പാടാൻ അറിയാമല്ല, നിങ്ങൾക്ക് ആ പാട്ടറിയാമെങ്കിൽ പാട്. എന്നെന്നും ഞാൻ നിന്നടിമ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ പിന്നെ തനിക്കറിയാൻ മേലാത്ത പാട്ടാ? ഞങ്ങൾക്കറിയാവുന്നു. പാടണ്ട. ഞാൻ നിങ്ങളുമെല്ലാം യേശുക്രിസ്തുവിന്റെ അടിമയാണ്. ഒരാശയം പറയാം, അടിമയോട് യജമാനല്ലേ കൂടെ പറയണ്ട. അടിമ ഇങ്ങനെ യജമാനന്റെ കണ്ണും മോഹവും അത് അംഗവിക്ഷേപം നോക്കി നിൽക്കുക. യജമാനൻ അനങ്ങുമ്പോൾ അറിയാം എന്തിനാന്ന്, യജമാനൻ നോക്കുമ്പോൾ അറിയാം എന്തിനാന്ന്, യജമാനന്റെ കണ്ണ് പോകുമ്പോൾ അറിയാം അടിമയ്ക്ക് എന്തുവാ. ഞാൻ നിങ്ങൾ യേശുവിന്റെ അടിമയാ. അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ ഹിതം, അവിടുത്തെ ആമനസ്വത്ര ആലോചന അത് നിറവേറ്റി കൊടുക്കണം. കൂടെ പറയുമൊന്നും വേണ്ട. നമുക്ക് ഈ മാസം നമ്മുടെ ഗോസ്പൽ ടീമിന്റെ വർക്ക് 12-ാം തീയതിയാണ്. എല്ലാവരും വന്ന് പിന്നെ ഒന്നും പറയൊന്നും വേണം. അടിമ 12-ാം തീയതി മാത്രമല്ല, എല്ലാ ദിവസവും ചെയ്യും. ഈ പ്രാവശ്യം നമുക്ക് പ്രാർത്ഥനയുണ്ട്. എല്ലാവരും വന്ന് അടിമയോട് ഇത് പറയണ്ട, വന്നോളൂ. എന്നാ നിങ്ങളെല്ലാം സങ്കീർത്തനക്കാരൻ പറയും പോലെ എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ചു നോക്കുന്ന കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ. ഞാൻ വചനത്തിൽ നിന്ന് ചില കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഉടക്കൊന്നും ഉണ്ടാക്കണ്ട. ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ കൺവെൻഷനൊക്കെ. 10:30 വരെ ഉണ്ട് മിക്കവാറും. വേണമെന്ന് കേൾപ്പിച്ചു കൊടുത്തിട്ട് ഗുണമാകട്ടെ, അതുകൂടെ കേൾപ്പിച്ചു കൊടുത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിമയാണ്. ദൈവത്തിന്റെ മഹത്വം യൂദായുടെ മനോഭാവമാണ്.
യേശുക്രിസ്തുവിന്റെ ദാസൻ. ദൈവത്തിന് മകത്ത്. ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ലേഖനം അത്രയ്ക്ക് നല്ല ലേഖനമാണ്. ദൈവത്തിന് മകത്ത്. ഈ ലേഖനത്തിലെ വേറൊരു വിഷയം, ഈ മൂന്നുകളുടെ ഒരു അതിപ്രസരമുണ്ട്. മൂന്നുകൾ മിക്കതും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം വാക്യം വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും ഒന്നാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. മൂന്ന് പേര് കണ്ടല്ലോ. മൂന്ന്: യേശുക്രിസ്തു, യാക്കോബ്, യൂദ. മൂന്ന്. അടുത്ത വാക്യം. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക്. സ്നേഹിക്കപ്പെട്ടു, സൂക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു. മൂന്ന്: യേശുക്രിസ്തു, യാക്കോബ്, യൂദ. മൂന്ന്. ഇവിടെ മൂന്ന് പദം: സൂക്ഷിക്കപ്പെട്ടു, വിളിക്കപ്പെട്ടു, സ്നേഹിക്കപ്പെട്ടു. മൂന്ന് ഘടപദം. ഇനി രണ്ടാം വാക്യം വായിച്ചേ. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. കരുണ, സമാധാനം, സ്നേഹം. പിന്നെ മൂന്ന്. അഞ്ചാം വാക്യം മുതൽ 7-ാം വാക്യം വരെ വരുമ്പോൾ മൂന്ന് സംഭവങ്ങൾ. 5, 6, 7 വായിരം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. മിസ്രൈമിൽ ഇറങ്ങി തിരിച്ചവർ പലരും നശിച്ചു. ഒരു ചരിത്രം. അടുത്തത്: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരുടെ സംഭവം. 2. പിന്നെ അടുത്ത വാക്യം. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച്. അതും ഒരു സംഭവം. മിസ്രൈമിൽ ഇറങ്ങിപ്പോന്ന ജനത്തിന്റെ സംഭവം. സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതന്മാരുടെ വിഷയം. സൊദോമിനെയും ഗൊമോറിനെയും ന്യായം വധിച്ച വിഷയം. അത് 3 സംഭവം. 3 കട അതിപ്രസരമുണ്ട്. 11-ാമത്തെ വാക്യം വായിച്ചേ. 3 വ്യക്തികൾ. അവർക്കയ്യോ കഷ്ടം, അവർ കയീന്റെ വഴി നടക്കും. അടുത്തത്: ബിലിയാമിന്റെ വഞ്ചനയും. കൂലി കൊതിച്ച ബിലിയാമിന്റെ വഞ്ചന. പിന്നെ കോരഹിന്റെ മത്സരത്തിൽ 3 കക്ഷികള്: കയീന്, ബിലയാം, കോരഹ്. 3 നല്ല ഏറ്റ പുള്ളിക്കാരാ. ഞാൻ പിന്നെ വരാം ആ ഭാഗത്തേക്ക്. എഴുന്നേറ്റ് പോരുതെന്നേ ഉള്ളൂ. അപ്പൊ ഈ 3 കളുടെ ഒരു നല്ല പ്രയോഗമുണ്ട്. ദൈവത്തിന് മഹത്വം. 25-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും. സർവകാലവും ഇപ്പോഴും സദാകാലവും. 3 പദം. സർവകാലം, ഇപ്പോഴും, സദാ. അടുത്തത്: തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാണ്. ഈ 3 കളുടെ വലിയ പ്രയോഗം ഈ ലേഖനത്തിലുണ്ട്. ഈ ലേഖനം അത്ര ഈ ഊറ്റൻ ലേഖനമാണ്. ദൈവത്തിന് മകൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് യൂദയുടെ ലേഖനം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഭൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ വെളിപ്പെടുത്തി തന്നിരിക്കുക. വളരെ ആഴമേറിയ ലേഖനം. ദൈവത്തിന്റെ മഹത്വം. 3 വ്യക്തികളെ മുമ്പേ പരിചയപ്പെടുത്തിയല്ലോ. 1 കയീൻ, 2 ബിലിയാം, 3 കോരഹ്. അവരെ പോലാണ് പലരും ദുരുപദേശക്കാർ. ഇനിയും ഈ ലേഖനം എഴുതാനുള്ള കാരണം പൊതുവിലുള്ള രക്ഷ. ഇത് എഴുതാനാ തുനിഞ്ഞത്, പൊതുവിലുള്ള രക്ഷ. പക്ഷെ രക്ഷ എന്ന വിഷയം എഴുതാൻ ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് മനസ്സിലായി, രക്ഷ എന്ന വിഷയം എഴുതുന്നതിൽ ഉപരി ഈ ദുരുപദേശത്തിന് ഖണ്ഡനം നടത്തണം. കാരണം പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായവും യൂദയുടെ ഈ ലേഖനവും വളരെ പൊരുത്തമുള്ള ലേഖന. നമ്മളോർക്കും 2 പേരോട് ഒന്നിച്ചിരുന്ന് എഴുതിയതാണോ? അത്രയ്ക്ക് ഈടുറ്റ ലേഖനമാ ഈ പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായവും യൂദയുടെ ലേഖനവും. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന് 1 വായിച്ചേ.
എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപേക്ഷകന്മാർ ഉണ്ടാകും. ഉണ്ടാകും. പക്ഷെ യൂദാ ലേഖനം എഴുതാൻ നേരത്തെ ഇവന്മാര് കയറി ഇതിനകത്ത്. 3-ാം വാക്യം വായിച്ചേ, 3-4. അവർ ദ്രവ്യാഗ്രഹത്തിൽ യൂദായുടെ ലേഖനം 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നമെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അപ്പം പത്രോസ് എഴുതി വരും. യൂദാ എഴുതിയപ്പോൾ ഇവന്മാര് വരികയല്ല, ഇതിനകത്ത് ഏറി അമ്മിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫയർ എന്നൊക്കെ പറയുന്ന കേൾക്കാം. വെറുതെ ഇരിക്കുന്ന തങ്ക തള്ളി താഴെയിട്ട് തങ്ക അവിടെ വലന്ന് കിടക്കുകയും തള്ളിയിട്ടവൻ കാറെ കയറി വീട്ടിൽ പോവുകയും ചെയ്തു. പിന്നെ തങ്കയുടെ ഭർത്താവ് പറയാം, ഓട്ടോ കിട്ടുപോന്നു. ഇതിനെ കയറ്റിക്കൊണ്ട് പോകണ്ടായോ? പത്രോസ് പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. അല്ല, വേറൊരു സംഭവം കൂടെ പറയാം. നിങ്ങളെല്ലാം വചനത്തിൽ നന്നായിട്ട് തിട്ടമുള്ളവരും ഗ്രഹിക്കുന്നവരും ചിലരെ ആസ്വദിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ലെങ്കിലും നന്നായിട്ട് ചിലർ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാക്കി. യോജനൊക്കെ അറിയാമല്ലോ, ശുശ്രൂഷിക്കുന്നവർക്ക് പിടികിട്ടും യോജന. അപ്പൊ ശ്രദ്ധിക്കുക, പൗലോസ് എഫെസോസിൽ ഒരു 3 കൊല്ലം വേല ചെയ്തു. എഫെസോസിൽ 3 കൊല്ലം. ആ 3 കൊല്ലത്തെ വേല എല്ലാവരോടും പൗലോസ് സുവിശേഷം അല്ല. ഇടയ്ക്ക് ചോദിച്ചാൽ 9 മണിയായോ? എന്തുവായി? 9:30 9:45 വരെ പോകാം അല്ലയോ? നോക്കട്ടെ. പൗലോസ് എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. ഇടയ്ക്ക് കയറി പറയാ, എന്തുവാ ഈ സുവിശേഷം? അത് പറയാം. മതം മാറ്റുന്നതല്ല, സഭ മാറ്റുന്നതല്ല, സംഘടന മാറ്റുന്നതല്ല, ആളെ കൂട്ടി ഓളവും ബഹളവും മേളവും അലർച്ചയൊന്നുമല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല സുവിശേഷം. അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ അത്യാവശ്യത്തിന് പോകുമ്പോഴാണ് 1-2 പേര് മുണ്ടുമൊക്കെ മടക്കി കൊത്തി ഇങ്ങനെ. കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നതല്ല സുവിശേഷം. അല്ല, മതം മാറ്റുന്നതല്ല, സഭ മാറ്റുന്നതുമല്ല, സംഘടന മാറുന്നതുമല്ല, വടിവാള് കിടക്കിയച്ച് ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്നതല്ല സുവിശേഷം. തോക്ക് ചൂണ്ടിയച്ച് നിന്നെ ഇപ്പൊ കാച്ചിക്കളയും, ചേരടാ ഞങ്ങളുടെ മതത്തിൽ, അതല്ല സുവിശേഷം. അടുത്ത കാലത്ത് ആരോ ഒരാൾ പറഞ്ഞു, കഞ്ഞിയും കാശും കൊടുത്ത് ഇതാക്കുകയാണ്, ചോറ് കൊടുത്തിട്ടേക്കുന്നില്ല. പിന്നെ ആ കഞ്ഞി അല്ല, ഒന്നാന്തരം മുടുത്ത കിളിമീൻ വരെ കറി വെച്ച് എന്നിട്ട് കേൾക്കുന്നില്ല. അന്നേരം ആ കഞ്ഞി അത് പോട്ടെ. ഊളത്തരാരെല്ലാം പറഞ്ഞെന്നോർത്ത് നമ്മള് വിട്ടുകളാ. സുവിശേഷം മതമാറ്റമല്ല, സഭ മാറ്റുകയല്ല. എന്റെ പ്രിയരെ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. തീമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ അങ്ങനല്ലേ വാക്യം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം യേശു ക്രിസ്തുവാണ്. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും വിമല മനോഹര സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര
സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. സുവിശേഷം യേശു ക്രിസ്തുവാ. എന്തിനാ ഈ സുവിശേഷം? എന്തിനാ? ചെല്ലു പറയാ കുറെ അവന്മാരുടെ വയറ്റിപ്പിഴപ്പിനാണ്. എന്നാണ് ഒരാൾ പറഞ്ഞു, കുറെ അവന്മാരുടെ. നാളെ ആളെ പറഞ്ഞു ജോലിയും കൂലിയില്ലാത്ത കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ അവരോട് പറഞ്ഞു തള്ളയ്ക്ക് വട്ടാന്ന് പറഞ്ഞു. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട, വട്ട് കേസാണ്. ഇവിടെ ഈ ജോലിയും കൂലിയില്ലാത്തവരെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വം, ചുമതലകളും, ജോലിയും, പഠിപ്പും, ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഉള്ളതാണ്. ഇല്ലാത്തത് എനിക്കേ ഉള്ളൂ. അതേ ചോദിച്ചാ എൻ്റെ സംസാരം കേൾക്കും അറിയാൻ മേലെ. എന്നെ പറ്റി അങ്ങനെ പറഞ്ഞത്. അയാൾക്ക് വിവരമൊന്നും ഉള്ളവനല്ലെന്ന് എന്നെ സത്യമായ കാര്യമാണ്. നാളെ വേറെ 2 ഉപദേശിമാർ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. അയാൾ പ്രസംഗിക്കുന്ന സ്റ്റേജിലേക്ക് അയാൾക്ക് ആകാശിന് ബോധവും വിവരമുള്ളവനല്ല. അയാൾ നമ്മളെ ഇട്ട് നാണം കെടുത്ത് വന്നു. അതുകൊണ്ട് ഇപ്പം സ്റ്റേജിൽ പോലും നിങ്ങൾ 4 പേരും വന്നിരിക്കുന്നല്ലോ, അഭിനന്ദിക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്കൊരു സഹായമായിട്ട് ഈ വിവരദോഷിയുടെ പ്രസംഗം കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കട്ടെ. ഒരുത്തൻ പറഞ്ഞ അയാൾ പ്രസംഗിക്കുന്നുണ്ട് ആകാശിന് ബോധവും വിവരമുള്ളവനല്ല. അയാൾ വല്ലതുമൊക്കെ വിളിച്ച് സത്യമാണ്, വിവരമൊന്നുമില്ല. പക്ഷേ ഒരു വിവരമില്ലാഞ്ഞ് എന്നെയും ദൈവം കണ്ടെന്നുള്ളതാണ്. സ്തോത്രം. സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ, സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ യോഗ്യതയിൽ മോനെന്തി മോനെ ഇട കൂട്ടി വന്നു. അവൻ പോയെന്നു പൂട്ടിക്കേ അത്യാവശ്യ കാര്യത്തിന് വല്ലതും പോയതാന്ന് ഇനി പിന്നെ അത് പ്രശ്നമാണ്. സ്വർഗസുഖമണുവളവും അനുപമമാകാൻ യോഗ്യതയിൽ അഗതിയനി അല്പവും ഓർക്കിൽ ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോയി. ഇതൊന്ന് വായിച്ചു നോക്കട്ടെ. സ്വർഗസുഖമണുവളവും അനുപമമാകാൻ, സ്വർഗസുഖമണുവളവും യോഗ്യതയിൽ അഗതിയനി അല്പവും ഓർക്കി, യോഗ്യതയിൽ അഗതി എനിക്ക് അല്പവും ഓർക്കി. ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോയി. അപ്പൊ ശ്രദ്ധിക്കുക, എന്തുവാ സുവിശേഷം? അത് യേശു. എന്തിനാ സുവിശേഷം? അവൻ ഒറ്റ വാക്ക് പറയുന്നത് അവൻ തൊഴിലില്ലാത്തവർക്ക് ഉള്ളതല്ല, ഒരു ജോലിയും കൂലിയും മേലെ ഇല്ലാത്തവർക്ക് ഉള്ളതല്ല. ഈ സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, രക്ഷിക്കപ്പെടാൻ ഒറ്റ വ്യക്തി, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി നസ്രയനാകുന്ന യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു മാത്രമാണ് രക്ഷകൻ. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, മാമൂല് കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, കുരിശുമൂട്ടി കുടുംബത്തിനെ കൊണ്ടൊന്ന് നീ രക്ഷിക്കപ്പെടുകയല്ല. തോമാശ്രീയ വന്നപ്പോ മുക്കിയതാ, പിന്നെ മോക്കി ഉന്താം. എടാ, സ്വർഗത്തിൽ പോണേ നീ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ കന്യാസ്ത്രീ ഉണ്ട്, അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, മെത്രാൻ ഞങ്ങളുടെ ആളാ, ബിഷപ്പ് ഞങ്ങളുടെ ആളാ, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ നീ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ പള്ളിക്കുന്നതിലെ ആ പള്ളി താഴത്ത്, ആ പള്ളി കാനത്ത്, ആ പള്ളി വടക്കേ, പള്ളി തെക്കേ, അത് നല്ല കാര്യം. വീടൊന്നും പൊളിക്കണ്ട. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. പകലോമറ്റത്ത്, ആ ശങ്കരപുരി, ആ കാളികാവ, ഞാൻ ഇന്നടത്ത്, ഇവിടെ ഒത്തിരി വീട്ടുപേരുണ്ട്, എല്ലാം മറന്നുപോയി. മാട്ടയിലെ, മാക്കലെ, മണ്ടാനത്തെ, പിന്നെ മണപ്പറമ്പിലെ, ഇതൊക്കെ നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു മാത്രമാണ് രക്ഷകൻ. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല എണ്ണവും കേൾക്കണം.
49 സങ്കീർത്തനത്തിന്റെ പ്രാരംഭത്തിലുണ്ട്, മനപാഠമാ. സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. ഏതായി സുവിശേഷം കേൾക്കണം. ഇതാ കേൾക്കേണ്ടത്, ഇതാ കേട്ടിരിക്കേണ്ടത്. മറ്റുള്ളതൊന്നും കേട്ടാൽ അത്ര സുഖമല്ല. അതേയല്ല, മറ്റുള്ളതൊന്നും എല്ലാവരും ഇരുന്ന് കേൾക്കാനും. ചില പ്രായമുള്ള ഒരു വർത്താനം പറയുമ്പോ അമ്മമാര് പറയില്ലേ, എന്തുവാ നാടി മൂത്തവര് പറയുന്നതിന് കീഴേ കയറി കൊച്ചുങ്ങള്. അപ്പൊ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാ മൂത്തവരിരുന്ന്. അതുകൊണ്ടല്ലേ നിങ്ങളെ എഴുന്നേപ്പിച്ചു വിടല്ലേ. ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ട് പ്രായമുള്ള ഒരു വർത്താനം പറയുന്നതിനിടെ പ്രായമുള്ളവർ പറയുന്നതെല്ലാം തൊന്തിരി വർത്താനമാണ്. അതല്ലേ പിള്ളേരെ എഴുന്നേപ്പിച്ചു. ഇപ്പൊ നേരെ തിരിച്ചാ പിള്ളേരാ. എന്തോ ഡാഡി ഞങ്ങൾ പിള്ളേര് പറയുന്നതിനിടെ പിള്ളേരോ അതുപോലത്തെ അയ്യോ. ഇവിടെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്നതൊന്നുമല്ല. മാധ്യമങ്ങളിൽ വരുന്നതും ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നതും അവൻ വാട്സപ്പിനകത്തൂടെ എല്ലാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഇത് വായിച്ചോ. ഞാൻ തന്നെ ഇരിക്കുമ്പോഴാണ് വായിക്കുന്നത്. അത് ഞാൻ ചോദിച്ചു, അതെന്നാ? എല്ലാവരും കൂടി ഇരുന്ന് വായിക്കാനെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്നാ? ഡിഫൻഡർ. മുഴുവൻ പ്രശ്നമാണ്. എന്തിയേ? ആരെ പറ്റി എഴുതിയോ അവരെല്ലാം ഇപ്പോൾ ശുശ്രൂഷകൾ ശോഭിക്കുന്നുണ്ട്. എന്തിയാടാ എഴുതിയവൻ? എന്തിയാ നിന്റെ സന്തതി? സൂക്ഷിച്ചെഴുതണേ, സൂക്ഷിച്ച് സംസാരിക്കണേ. വാട്സപ്പിനകത്തും അതിനകത്തുമൊക്കെ എഴുതുന്നവരെ, കുറിക്കുന്നവരെ സൂക്ഷിക്കണം. ആരും വിധിക്കണ്ട. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു പദം പറഞ്ഞു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു. 11-ാം വാക്യത്തിൽ ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനും കൂടാ. നമ്മൾ ആരെയും വിധിക്കുന്ന ദൈവം. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും വാക്കും എഴുത്തും പ്രവൃത്തി സംസാരവും സമീപനവും എല്ലാം വളരെ സൂക്ഷിക്കണം. ലേഖനവും അത് തന്നെ സൂക്ഷിക്കണം. ദൈവത്തിന് മഹത്വം. എന്തുവാ സുവിശേഷം? എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്നതാ സുവിശേഷം. അപ്പച്ചനും അമ്മച്ചിക്കും വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും കൊച്ചുമക്കൾക്കും പിള്ളേർത്താണ്ട് എല്ലാവരും ഇത് കേൾക്കുകയല്ലയോ? എല്ലാവരും കേൾക്കുകയല്ലയോ? മറ്റാളങ്ങനല്ലല്ലോ. എഴുന്നേറ്റ് പോടാ. ഇവിടെ ആരോടെങ്കിലും ഇവിടെ അങ്ങനല്ല. ഇരിയടാ, അങ്ങനല്ലേ ഇവിടെ പറയുന്നത്. കുഞ്ഞെ നീ ഇരിക്കണ്ട, അവന് വേണ്ട ഇളകുന്ന ഇരിക്കണ്ട. ഒരാൾ എഴുന്നേറ്റപ്പം പിന്നെ ഇരിക്കാനല്ലേ, പുള്ളി അനുസരിച്ചിരിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇരിക്കടാ അതിനാ ഇത് കേൾക്കാൻ പറ്റുന്നതാ, ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ, ഇത് കേട്ടാൽ വിടുതല നടക്കുന്നതാ, ഇത് കേട്ടാൽ സൗഖ്യം വരുന്നതാ, ഇത് കേട്ടാൽ അത്ഭുതം നടക്കുന്നതാ, ഇത് അവൻ വിടുവിക്കുന്ന മാർഗമാ. അതാണ് സുവിശേഷം. എല്ലാവരോടും പറയണേ, എല്ലാവരും കേൾക്കണം. പിന്നെ നമ്മുടെ ആൾക്കാരോട് കേൾപ്പിക്കുകയല്ല. ഈ സെൻട്രൽ ട്രാവൻകൂറിലും ഹൈറേഞ്ചിലും ഒക്കെ ഇത് മിക്കയിടത്തും കേൾപ്പിക്കുകയല്ല. കേൾപ്പിക്കുകയല്ല. പറയാം. എനിക്ക് ആ കാര്യത്തിൽ ഇഷ്ടം തിരുവനന്തപുരം സൈഡിലുള്ളവരെയാണ്. തിരുവനന്തപുരം സൈഡിലുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് കൈ പൊക്കിക്കുക, അഭിനന്ദിക്കാനാ. ആരുമില്ല, മോള് മാത്രമേ വന്നോളൂ. എങ്ങനെ വന്നു? കെട്ടിച്ചോണ്ട് വന്നതാ. നല്ല കാര്യം. ഞാനടുത്ത് യോഗത്തിനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം സൈഡിലുള്ള ദൈവമക്കളെ എനിക്ക് കുറച്ചുകൂടെ പ്രിയം എന്നാണെന്നറിയാമോ? നമ്മൾ കൺവെൻഷൻ വെക്കുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്ററിനകത്ത് മൈക്ക് വെക്കും, കേൾപ്പിക്കും. അവര് ചെല്ലുമ്പോഴേ പറയും, പാസ്റ്റർ ബസ് സ്റ്റോപ്പിൽ വരുമ്പോ കേൾക്കാം. നമ്മുടെ കേൾക്കാം. പാസ്റ്റർ ബസ് സ്റ്റോപ്പിൽ വരുമ്പോഴേ സൂക്ഷം. അങ്ങനെ ഒരു 2 കിലോമീറ്റർ താഴെ ചെല്ലുമ്പോഴേ കേൾക്കാം നമുക്ക് സുവിശേഷം, പാട്ടും പ്രാർത്ഥനയും. പക്ഷെ ഇങ്ങോട്ട് തിരുവല്ല സൈഡ്, നീ തിരുവല്ല, പത്തനംതിട്ട, കോട്ടയം സൈഡ്, പിന്നെ ഹൈറേഞ്ച് ഇവിടെ വന്നാൽ അങ്ങനൊന്നും കേൾക്കാൻ മേല. ഇവിടെ തന്നെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല.
അത് ആരുടെയും കുഴപ്പമില്ല. മൈക്ക് സെറ്റുകാരെ വിളിക്കുമ്പോഴേ പറയും കുറച്ചുകൂടെ താക്കാവും, കുറച്ചുകൂടെ. അവനെ ഒരു ബോക്സ് കൂടെ അങ്ങ് താക്കും. ഉടനെ കമ്മിറ്റിക്കാർ ചോദിക്കും ഇച്ചിരി കൂടെ താക്കാമോ, ഒന്നുകൂടെ അങ്ങ് താക്കും. അങ്ങനെ താത്ത് ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഒന്നും ഇവിടെ ഒന്ന് അല്ലിയലിയാന്ന് പറയുമ്പോൾ താഴെ അളിയാന്നാ കേൾക്കുന്നത്. താത്ത് ക്ലിയർ ആകുന്നില്ലല്ലോ. അയ്യോ, ഇത് കേൾപ്പിക്കണം. അതിനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാണ്. എല്ലാവരും കേൾക്കണം. അപ്പച്ചനും കേൾക്കണം, അമ്മച്ചിയും കേൾക്കണം, പിള്ളേരും കേൾക്കണം, യൗവനക്കാരും കേൾക്കണം. എല്ലാവർക്കും കേൾക്കാനും ആസ്വദിക്കാനും അവന് അംഗീകരിക്കാനും പറ്റുന്നതാ സുവിശേഷം.